നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഡ്യൂവൽ ഓഫ് ദി ഏജസ്. 39-കാരനായ ലയണൽ മെസ്സി വേഴ്സസ് കേപ്പ് വെർദെ, 40-കാരനായിട്ടുള്ള വോസിഞ്ഞ വേഴ്സസ് അർജന്റീന. ഡ്യൂവൽ ഓഫ് ദി ഏജസ്. കാലങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു പോരാട്ടമാണ് അവർ നടത്തിയത്. 19-കാരെ 20-കാരെയൊക്കെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനം വെറ്ററന്മാർ 39 വയസ്സുകാരനും 40 വയസ്സുകാരനും കളിക്കളത്തിൽ പുറത്തെടുത്തപ്പോൾ രണ്ട് ടീമുകളും കട്ടക്ക് നിന്നൊരു പോരാട്ടം. ലോക ചാമ്പ്യന്മാരാണ് അർജന്റീന. അതിനു മുന്നിൽ ഒട്ടും ഭയക്കാതെ കളിച്ച കേപ്പ് വെർദെക്ക് കൈയടിക്കണം. എന്നാലും അർജന്റീന ഒടുവിൽ അവരുടെ ലക്ഷ്യം നേടി. അതിനവർക്ക് കൺഗ്രാറ്റ്സ് പറയുകയും വേണം. നമുക്ക് മെസ്സിയുടെ കാര്യം എടുക്കാം. മെസ്സി ഈ പ്രായത്തിലും 120 മിനിറ്റ് കളിച്ചു. വോസിഞ്ഞ പിന്നെ ഗോൾ കീപ്പറാണ്. മെസ്സി അങ്ങനെയല്ലല്ലോ, ഔട്ട്ഫീൽഡ് പ്ലെയറാണ്. അപ്പോൾ അത് എടുത്തു പറയണം. അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസും കാര്യങ്ങളുമൊക്കെ. ഒരു ഗോൾ അദ്ദേഹം അടിച്ചു. 9 ഷോട്ടുകൾ, 6 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ വന്നു. 9 ഷോട്ടുകൾ വന്നു. അതിൽ 6 ഓൺ ടാർഗറ്റിലേക്കായിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, മെസ്സിയുടെ വക ഒരു അസിസ്റ്റ് കൂടി വന്നേനെ. അത് പക്ഷേ ഒടുവിൽ ഓൺ ഗോൾ ആയിട്ടാണ് രേഖപ്പെടുത്തിയത്. 4 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു. 15 ഡ്യുവൽസിൽ 8 വിജയിച്ചു. വാവ്, അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് 9.5 മറുഭാഗത്ത് വോസിഞ്ഞ, എന്തൊരു പ്രകടനമാണ് അദ്ദേഹം സ്പെയിനെതിരെ പുറത്തെടുത്തിരുന്നത്. ഏതാണ്ട് അതിന് തത്തുല്യമായിട്ടുള്ളൊരു പ്രകടനം അദ്ദേഹം നടത്തി. 8 സേവുകൾ. 40-കാരനായിട്ട് ഗോൾ കീപ്പർ 8 സേവുകൾ. മെസ്സിയുമായിട്ടൊക്കെ ഒന്നൊക്കെ വന്ന സമയത്തൊക്കെ ഒട്ടുമിടറാതെ സേവൊക്കെ നടത്തിയിട്ടുണ്ട്. മെസ്സി കാലുകൾക്കിടയിലൂടെ അടിക്കാൻ നോക്കി, സമ്മതിച്ചില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള സേവുകൾ അദ്ദേഹത്തിൽ നിന്ന് വന്നു. 3 ഷോട്ടുകൾ ഫ്രം ഇൻസൈഡ് ദി ബോക്സ് അദ്ദേഹം സേവ് ചെയ്തു. 3 ഗോളുകൾ കയറി, ശരി, പക്ഷെ 3 ഷോട്ടുകൾ അദ്ദേഹം ഇൻസൈഡ് ദി ബോക്സിൽ നിന്ന് സേവ് ചെയ്തിട്ടുണ്ട്. 3 സക്സസ്ഫുൾ റണ്ണൗട്ടുകൾ. 3 റണ്ണൗട്ടുകൾ നടത്തി, 3 സക്സസ്ഫുൾ ആയിരുന്നു. 3 ഡ്യുവൽസ്, 3 വിൻ ചെയ്തു. 8.4 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്. യെസ്, ഈ 2 വെറ്ററന്മാരും ചെറുപ്പക്കാരെ നാണിപ്പിക്കുന്ന പ്രകടനമാണ് നടത്തിയത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് എത്താം.